നമസ്കാരം. എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജനുവരി 18-ാം ലക്കം തൊഴിൽ വീതിയിൽ വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹംപിയുടെ 2-ാം ഊഴം. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി ജേതാവായി. ന്യൂയോർക്കിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 11 റൗണ്ടിൽ നിന്നും 8.5 പോയിന്റ് നേടിയാണ് ഹംപി ജേതാവായത്. കൊനേരു ഹംപിയുടെ 2-ാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണ് ഇത്. 2019-ലാണ് ഹംപി ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. 15 മിനിറ്റ് സമയക്രമത്തിലുള്ള വേഗ ചെസ് മത്സരമാണ് റാപ്പിഡ്. ഒന്നിലധികം തവണ ലോക റാപ്പിഡ് ചെസ് കിരീടം നേടുന്ന രണ്ടാമത്തെ വനിതയായാണ് 37-കാരിയായ കൊനേരു ഹംപി. ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് കൗമാര താരം ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ ആയതിനു പിന്നാലെയാണ് ലോക ചെസ്സിൽ വീണ്ടും ഒരു ഇന്ത്യൻ താരത്തിൻ്റെ കിരീട നേട്ടം. റഷ്യയുടെ വ്ളോദിർ മുർസിനാണ് ഓപ്പൺ വിഭാഗത്തിൽ ചാമ്പ്യൻ. പരാജയമറിയാതെ കളിച്ച ഈ 18-കാരൻ 13 റൗണ്ടിൽ നിന്നും 10 പോയിന്റ് നേടി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ലോക റാപ്പിഡ് താരമാണ് മുർസിൻ. അടുത്തത്, ജിമ്മി കാർട്ടർ ശതകത്തിന് അന്ത്യം. മുൻ അമേരിക്കൻ പ്രസിഡന്റും സമാധാന നൊബേൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ ഡിസംബർ 30-ന് അന്തരിച്ചു. അമേരിക്കയുടെ 39-ാമത്തെ പ്രസിഡന്റാണ്. 100 വയസ്സുവരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്. ഡെമോക്രാറ്റ് പാർട്ടി നേതാവായിരുന്ന കാർട്ടർ 1977 മുതൽ 1981 വരെയാണ് US പ്രസിഡന്റായത്. രാജ്യാന്തര സംഘർഷങ്ങളിലെ മധ്യസ്ഥ ഇടപെടലുകൾക്ക് സമാധാന ശ്രമങ്ങൾക്കുമായി 2002-ലാണ് ജിമ്മി കാർട്ടറിന് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത്, ബ്ലിറ്റ്സ് ചെസ്സിൽ സംയുക്ത ജേതാക്കൾ. ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നോർവേയുടെ മാഗ്നസ് കാൾസനും റഷ്യയുടെ യാൻ പോംനീഷിയും പങ്കുവച്ചു. സഡൻ ഡെത്ത് ഗെയിമിലും ഇരുവരും തുല്യത പാലിച്ചതോടെ കിരീടം പങ്കുവയ്ക്കാനുള്ള നിർദ്ദേശം ലോകം 1-ാം നമ്പർ താരമായ കാൾസനാണ് മുന്നോട്ട് വച്ചത്. ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സംയുക്ത ജേതാക്കൾ വരുന്നത്. ഫിഡെ ഡ്രസ് കോഡ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതോടെ കാൾസൺ ജീൻസ് ധരിച്ചാണ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത്. അടുത്തത്, ബഹിരാകാശത്തെ ചൈനീസ് നടത്തം. ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തത്തിനുള്ള റെക്കോർഡ് ചൈനീസ് ബഹിരാകാശ സഞ്ചാരികളായ ചൈ സുഷെയും സോങ് ലിങ്ഡോങ്ങും സ്വന്തമാക്കി. ടിയൻഗോങ് ബഹിരാകാശ നിലയത്തിന് പുറത്ത് 9 മണിക്കൂർ നടന്നാണ് സുഷെയും സോങ്ങും പുതിയ നേട്ടം കുറിച്ചത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ജെയിംസ് വോസും സൂസൻ ഹൈംസും 2001-ൽ 8 മണിക്കൂർ 56 മിനിറ്റ് നടന്നതായിരുന്നു ഇതുവരെയുള്ള സ്പേസ് വാക്കിംഗ് റെക്കോർഡ്. അടുത്തത്, ഖേൽ രത്നങ്ങളായി 4 താരങ്ങൾ. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കർ, ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർ രാജ്യാന്തര പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായി. 25 ലക്ഷം രൂപ വീതമാണ് സമ്മാനം. ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് അടുത്തിടെ ലോക ചെസ് ചാമ്പ്യനായി ആയ ഡി ഗുഗേഷ്. 18 വർഷവും 7 മാസവും 20 ദിവസവുമാണ് ഖേൽരത്ന നേടുമ്പോൾ ഗുഗേഷിൻ്റെ പ്രായം. 2001-ൽ ഖേൽരത്ന നേടിയ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ്. പാരീസ് ഒളിമ്പിക്സിൽ 2 വെങ്കലം നേടിയ വനിതാ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച താരമാണ് ഹർമൻപ്രീത് സിംഗ്. പാരീസ് പാരാലിമ്പിക്സ് ഹൈജംപ് T64 ഇനത്തിൽ സ്വർണം നേടിയ അത്ലറ്റാണ് പ്രവീൺ കുമാർ. മലയാളി നീന്തൽ താരം സജൻ പ്രകാശിന് അർജുന അവാർഡും ബാഡ്മിൻ്റൺ കോച്ച് S മുരളീധരന് മികച്ച പരിശീലകനുമുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരവും ലഭിച്ചു. 15 ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യത്തിൻ്റെ അധ്യക്ഷതയിലുള്ള 12-അംഗ സമിതിയാണ് അവാർഡിനുള്ള ശുപാർശകൾ കായിക മന്ത്രാലയത്തിൻ്റെ
അന്തിമ പരിഗണനയ്ക്ക് നൽകിയത്. അർജുന അവാർഡ് നേടിയ 32-ൽ 17 പേർ പാരാ അത്ലറ്റുകളാണ്. ആജീവനാന്ത മികവിനുള്ള അർജുന അവാർഡിന് സുജാ സിംഗ്, മുരളീകാന്ത് ജയറാം പേത്കർ എന്നിവർ അർഹരായി. അടുത്തത് ഇസ്രോയുടെ മിഷൻ ഡോക്കിംഗ്. ISROയുടെ ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിക്കുന്നതിനുള്ള പരീക്ഷണ ദൗത്യം സ്പേഡെക്സ് വിക്ഷേപണം വിജയിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നും PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഡിസംബർ 30-നായിരുന്നു വിക്ഷേപണം. ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമായ ഭ്രമണപഥ ഡോക്കിംഗ് 66 ദിവസത്തിനു ശേഷം നടക്കും. STX-01, STX-02 എന്നീ പരീക്ഷണ ഉപഗ്രഹങ്ങളെ താഴ്ന്ന ഭൗമഭ്രമണപഥത്തിലെത്തിച്ച് അവിടെ വെച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് ഡോക്കിംഗ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം. ഇന്ത്യയിൽ 124 വർഷത്തിനിടെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട വർഷമായി 2024. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ 1901 മുതലുള്ള കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമാണ്. ചരിത്രത്തിൽ ഒക്ടോബറിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ടതും കഴിഞ്ഞ വർഷമാണ്. 2016-ലായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. എന്നാൽ 2024-ലെ ശരാശരി താപനില 2016-നെ അപേക്ഷിച്ച് 0.11 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു. അടുത്തത് ബോട്ട് ലീഗിൽ കാരിച്ചാൽ ചാമ്പ്യൻസ്. ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കാരിച്ചാൽ ചുണ്ടൻ ജേതാക്കളായി. അഷ്ടമുടി കായലിൽ നടന്ന പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ 2ാം സ്ഥാനത്തെത്തിയതോടെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ കൂടുതൽ പോയിന്റോടെ ചാമ്പ്യൻസ് പട്ടം ഉറപ്പിച്ചത്. സീസണിലെ 6 ജലോത്സവങ്ങളും പൂർത്തിയായപ്പോൾ കാരിച്ചാൽ 58 പോയിന്റ് നേടി. തുടർച്ചയായ 4ാം തവണയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് CBL ചാമ്പ്യന്മാരാകുന്നത്. 25 ലക്ഷം രൂപയും ട്രോഫിയുമാണ് സമ്മാനം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്